ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു PYQ സെഷനാണ്. വരാനിരിക്കുന്ന പരീക്ഷകളിൽ PYQ സെഷൻ്റെ പവർ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയും. കാരണം നമ്മൾ എന്തായാലും ഒരു സിലബസ് കവർ ചെയ്യണമല്ലോ, അല്ലേ? അപ്പോൾ ആ സിലബസൊക്കെ കവർ ചെയ്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പോലും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും. കാരണം എന്നറിയാവോ, നമുക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അതുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ് കൃത്യമായ ഒരു ശരിയായ ഒരു ഉത്തരം ആ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്. ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പോയി ഇരിക്കുമ്പോഴത്തേക്കും അഡ്രിനാലിൻ്റെ ഉൽപ്പാദനമൊക്കെ വളരെ കൂടുതലായിരിക്കും, നല്ല ടെൻഷൻ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്കൊന്ന് കൈവിറയ്ക്കാതെ, നമുക്കൊന്ന് വിറയ്ക്കാതെ മനസ്സുറച്ച് നമുക്കൊരു ഉത്തരം തിരഞ്ഞെടുക്കാനും എഴുതാനും ഒക്കെ പവർ നൽകുന്ന ഒരു സെഷനാണ് PYQ. അങ്ങനെയാണ് അതിനെ പറയേണ്ടത്. റാങ്കുകാരുടെ ഇഷ്ടപ്പെട്ട സെഷൻ. ഈ PYQ സെഷനിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. എല്ലാം സെറ്റ് ചോദ്യങ്ങളാണ്. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച വർഷം? എടാ, കിടിലമായിട്ട് പഠിച്ചു വെച്ചോണം, ഏറ്റവും നന്നായിട്ട് പഠിച്ചു വെക്കണം. 1947 ജൂലൈ 22 നമ്മുടെ പതാക, ത്രിവർണ പതാക, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയായി, ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചേ പറ്റൂ, ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്ന വർഷം 1947 ജൂലൈ 22. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ അതെന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം 1950 ജനുവരി 24. രണ്ട് മാരകമായ ഇമ്പോർട്ടൻ്റ് ആയ 2 ദിവസങ്ങൾ. 1947 ജൂലൈ 22 നമ്മുടെ ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നു. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി എന്നാണ് രൂപീകൃതമായത്? 1946 ഡിസംബർ 6 റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇതിലെ ഓരോ പോയിന്റും റിപ്പീറ്റഡ് ആണ്. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെ യോഗം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് ഡിസംബർ 6, 1946. എന്നാൽ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. എന്നാൽ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ അതേപോലെ ഒരു വർഷത്തെ പഠിക്കണേ. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. ഭരണഘടന നിലവിൽ വന്ന ദിവസം 1950 ജനുവരി 26. ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്നറിയപ്പെടുന്നത്. റിപ്പബ്ലിക് ഡേ ജനുവരി 26. അപ്പോൾ എല്ലാ പോയിന്റുകളും കൃത്യമായി നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് PYQ ഹാജാസ് ക്ലാസ്സസിലെ ഹാജ സാറിൻ്റെ PYQ ക്ലാസ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചോദ്യം ഒരു തവണയെങ്കിലും ചോദിക്കാത്തതായിട്ടുണ്ടോ? നിങ്ങൾ ഉത്തരം പറ. ഉണ്ടോ ഇല്ലയോ? ഇതെങ്ങനെയുണ്ട് ഈ ക്ലാസ്? നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ശേഷം ഇതിനകത്ത് നമ്മളിപ്പോൾ യൂട്യൂബിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. കൊടുക്കാൻ മറക്കല്ലേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതെല്ലാം മറന്നാലും നിങ്ങളുടെ കമൻറ്റ് മറക്കരുത്. കമൻറ്റ് നിർബന്ധമായിട്ടുണ്ടാവണം. എന്തായാലും ഈ ക്ലാസ്സിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ശ്രദ്ധിക്കൂ, ഇന്ത്യയുടെ ദേശീയ പതാകയായി നമ്മുടെ ഈ ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. 1950 ജനുവരി 24 നമ്മുടെ ദേശീയ ഗീതത്തെയും നമ്മുടെ ദേശീയ ഗാനത്തെയും ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് 1946 ഡിസംബർ 6. ആദ്യത്തെ യോഗം നടന്നത് 1946 ഡിസംബർ
നവംബർ 9-നാണ്. 1949 ശ്രദ്ധിക്കണം, 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരുന്നു. അന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്ന് അറിയപ്പെടുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ചണം എന്ന് പറഞ്ഞ ചെടിയുണ്ടല്ലോ, ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഉത്തരം പറയണം. അതിൻ്റെ തണ്ടിൽ നിന്നാണ്. ഒരു പ്രകൃതിദത്ത നാരാണ്, ഫൈബറാണ് ചണം. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ഓക്കെ, നമ്മളറിയാലോ, സഞ്ചികള്, ചരടുകള്, ക്യാൻവാസ്, ടാർപോളിൻ, പരവതാനികൾ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചണം നമ്മൾ ഉപയോഗിക്കുന്നത്. വർഷാവർഷം വിത്ത് മുളപ്പിച്ചാണ് ചണം വളർത്തുന്നത്. 4 മുതൽ 6 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്ന ചണം കൊമ്പുകളും ചില്ലകളും ഇല്ലാതെ ഒറ്റ തണ്ടായിട്ട്, മരത്തിൻ്റെ പ്രത്യേകത ഒറ്റ സ്റ്റെമ്മായിട്ട് ഇത് വളരും എന്നുള്ളതാണ്. അതുപോലെ 70 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 90 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള താപനിലയും വളരുന്ന സമയത്ത് ഏതാണ്ട് 40 ഇഞ്ച് വരെ വർഷപാതവും ചണത്തിന് ആവശ്യമാണ്. ഇതിന് പുറമെ നല്ല വളക്കൂറുള്ള മണ്ണും ചണം വളരുന്നതിന് വേണം. ചണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് എന്ന ചോദ്യം തണ്ടിൽ നിന്നാണ്. പ്രകൃതിദത്തമായ ഒരു നാരാണ് ചണം. ഇനി വിത്ത് മുളപ്പിച്ചാണ് ചണം ഉണ്ടാക്കുന്നത്. സഞ്ചികളും ചരടുകളും ക്യാൻവാസും ഒക്കെ ഉണ്ടാക്കാൻ ഇത് വേണം. 4 മുതൽ 6 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും. ഏകദേശം 40 ഇഞ്ച് വരെയാണ് 40 ഇഞ്ച് വരെ വർഷപാതവും ചണത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞു. ഒറ്റ കൊമ്പായിട്ടാണ് ഇത് വളരുന്നത്. അതിൻ്റെ തണ്ടിനെയാണ് നമ്മൾ ചണമായിട്ട് ഉപയോഗിക്കുന്നത്. വിത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളും സെറ്റാണ്. 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു ഇവരെല്ലാം ഏത് കലാപവുമായി ബന്ധപ്പെട്ടവരാണ്? നമ്മൾ ആ സിനിമ കണ്ടു, മമ്മൂട്ടി അഭിനയിച്ച് അനശ്വരമാക്കിയ ആ സിനിമ. അതെ, പഴശ്ശിരാജ എന്ന് പറയുന്ന ആ സിനിമ നമ്മൾ കണ്ടു. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട പേരുകളാണ് നമ്മൾ കേട്ടത്. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ കുറിച്യ കലാപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ദക്ഷിണ കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്ര കലാപമായിരുന്നു ആ ഒരു കുറിച്യ കലാപം. മലബാറിലെ ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും ശക്തമായ സമരങ്ങളിലൊന്നായിരുന്നു പഴശ്ശി കലാപം. മലബാർ പ്രദേശത്ത് ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും ശക്തമായ കലാപമായിരുന്നു പഴശ്ശി കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രമായിരുന്ന സ്ഥലം, അത് ആവർത്തന ചോദ്യമാണ്, പുരളിമലയിലാണ് പഴശ്ശിയുടെ കേന്ദ്രം. പുരളിമല എവിടെയാണ്? അപ്പോൾ ഇത് പുരളിമലയിലാണ്, അത് വയനാടാണ്. വയനാട് പുരളിമലയിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിയുടെ കേന്ദ്രമായിരുന്നത്. നോക്കൂ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ആളാണ് സർദാർ KM പണിക്കർ. അപ്പോൾ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് എന്ന് PSCയുടെ ഒരു ആവർത്തന ചോദ്യമുണ്ട്. കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയണം, അത് സർദാർ KM പണിക്കരാണ്. 1-ാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1793 മുതൽ 1797 വരെയാണ് 1-ാം പഴശ്ശി വിപ്ലവം. 2-ാം പഴശ്ശി വിപ്ലവം നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ്. 1800 മുതൽ 1805 വരെയാണ് 2-ാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം. 1-ാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണെങ്കിൽ 2-ാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു ഇതെല്ലാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടവരാണ്. പഴശ്ശി വിപ്ലവത്തിന്റെ 2 കലാപങ്ങളുടെയും വർഷങ്ങൾ വ്യക്തമായി പഠിക്കുക. 1793 to 1797 1-ാം പഴശ്ശി കലാപം, 2-ാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. എന്നാൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ അതിശക്തമായ പഴശ്ശി കലാപത്തെ നയിച്ചത് കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയാണ്. അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്
ഇതെല്ലാ പോയിന്റുകളും ഓർത്തു വെക്കുക. അദ്ദേഹം മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായിരുന്നു പുരളിമല. മറന്നുപോകരുത്. അപ്പൊ 3 ചോദ്യങ്ങൾ, കിടിലം ചോദ്യങ്ങൾ. 4-മത്തത്, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എവിടെയാണ്? കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണ്. അറിഞ്ഞുകൂടാത്ത ആരുണ്ട്? കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണ്. തീർത്ഥാടന ടൂറിസത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട. അപ്പോ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണെങ്കിൽ കേരളത്തിന്റെ തീർത്ഥാടന ടൂറിസത്തിന്റെ തലസ്ഥാനം പത്തനംതിട്ട. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ്. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ്. ആഹാ, നല്ല ഒരു ചായ കുടിച്ച ഫീലില്ലേ? കാരണം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളല്ലേ കൊടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണെങ്കിൽ പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് ആറന്മുള, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂര്. അങ്ങനെയാണെങ്കിൽ തീർത്ഥാടന ടൂറിസത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പത്തനംതിട്ടയാണ്. കേരളത്തിന്റെ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ്. കാസർഗോഡിൻ്റെതാണെങ്കിൽ നീലേശ്വരമാണ്. ഓക്കെ, അപ്പോ 4 ചോദ്യങ്ങൾ വിട പറയുന്നു. 5-മത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. സുഭാഷ് ചന്ദ്രബോസ്, നന്ദലാൽ ബോസ്, റാഷ് ബിഹാരി ബോസ്, ജഗദീഷ് ചന്ദ്രബോസ്. ഉത്തരം റാഷ് ബിഹാരി ബോസ് ആണ് INA അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. എന്നെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഇതേപോലെ PYQന്റെ ഒരു സെഷൻ ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. PYQന്റെ അതിഗംഭീരമായ സെഷൻ, കുറേ ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെ റെഗുലറായി നിങ്ങൾക്ക് എല്ലാ നോട്ടും, കംപ്ലീറ്റ് നോട്ടും, എല്ലാ 2025, 24, 23 പരീക്ഷകളുടെ ചോദ്യങ്ങളും അതിൻ്റെ ഇതുപോലെ റിലവൻറ്റ് ഫാക്റ്റുകൾ നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പരീക്ഷ നടത്തുന്നുണ്ട്. ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 1000 രൂപയാണ് കോഴ്സിൻ്റെ ഫീസ്. ഇന്ന് നിങ്ങൾക്ക് ഈ കോഴ്സ് 399 രൂപയ്ക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഒരു അധ്യാപകനും ഒരു ക്ലാസ്സിലും വന്നിരുന്ന് അവരുടെ പേഴ്സണൽ നമ്പർ തരൂല. നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. പക്ഷേ ഞാനിതാ പേഴ്സണൽ നമ്പർ തരുന്നു. ഞാനിതാ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നു. എന്തുകൊണ്ട്? ഞാൻ ജെനുവിനാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ പറ്റിക്കുന്നവനല്ല. നിങ്ങൾക്ക് കൃത്യമായ ക്ലാസ് കിട്ടും. ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം, 100 കുട്ടികൾക്കാണ്. 100 കുട്ടികളായിട്ടില്ല, 100 കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലാസ്. ഈ ഒരു ഫീസിൽ കൊടുക്കുന്നത്. ഫീസ് കൂടും. 101-ാമത്തെ കുട്ടി മുതൽ ഫീസ് കൂട്ടിയേ പറ്റൂ. കാരണം ആപ്പിന് ചാർജ് ഉണ്ട്. നമ്മുടെ എഡിറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളമുണ്ട്. അതുകൊണ്ട് ഈ റേറ്റിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനൊരു കോഴ്സ്, ഇത്രയും വലിയൊരു കോഴ്സ് കൊടുക്കാൻ പറ്റില്ല. ഒരു 1500 രൂപയെങ്കിലും വാങ്ങേണ്ട ഒരു കോഴ്സ് തന്നെയാണ്. 399 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ ഓരോ രൂപയും വിലപ്പെട്ടതാണ്. നിങ്ങളത് നോക്കി കണ്ടുമൊക്കെ ചിലവാക്കുക. ഏത് ഓൺലൈനിലും ഏത് ഓഫ്ലൈനിലും. അത് എൻ്റെ ഈ 399 രൂപയുടെ കോഴ്സ് ആണെങ്കിലും നിങ്ങൾ എടുക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതിലെ എല്ലാ ക്ലാസ്സുകളും ഞാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ വരാം. ഓക്കെ, ഇനി INA രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ്. അതായത് 2ാം ലോകമഹായുദ്ധകാലത്ത് ഇമ്പീരിയൽ ജാപ്പനീസ് സേനയുടെ സഹായത്തോടെയാണ് റാഷ് ബിഹാരി ബോസ് ഈ ഒരു സംഘത്തിന്, അതായത് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപം കൊടുക്കുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ഇമ്പീരിയൽ ജാപ്പനീസ് സേനയുടെ സഹായത്തോടു കൂടിയാണ് റാഷ് ബിഹാരി ബോസ് INA രൂപീകരിക്കുന്നത്. 1942 മാർച്ചിൽ ടോക്കിയോയിലും 1942 ജൂണിൽ ബാങ്കോക്കിലും നടന്ന സമ്മേളനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഉടലെടുക്കുന്നത്. ഇതിനോട് അനുബന്ധിച്ചുള്ള ചർച്ചകളെ തുടർന്നാണ് ഇന്ത്യയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ദാഹമുണ്ടായിരുന്ന റാഷ് ബിഹാരി ബോസ് പിന്നീട് ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ഒരു സമാന്തര സേനയെ അദ്ദേഹം വാർത്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. 1942 മാർച്ചിൽ ടോക്കിയോയിലും 1942 ജൂണിൽ ബാങ്കോക്കിലും നടന്ന സമ്മേളനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഉടലെടുക്കുന്നു.
ഇന്ത്യയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന ഈ റാഷ് ബിഹാരി ബോസ് അദ്ദേഹം സമാന്തരമായ ഒരു സേന രൂപീകരിക്കുന്നു. അതിനെയാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പേരിട്ടത്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച വ്യക്തി റാഷ് ബിഹാരി ബോസ് ആണ്. മറന്നു പോകരുത്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രസിഡന്റ് അദ്ദേഹം തന്നെയായിരുന്നു, റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. എന്നാൽ കമാൻഡർ ഇൻ ചീഫ് മോഹൻ സിംഗ് ആയിരുന്നു. ആ മോഹൻ സിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് PSC ചോദിച്ചിട്ടുണ്ട്. മോഹൻ സിംഗ് അറസ്റ്റിലായപ്പോൾ ആ ചുമതലയും ബോസ് തന്നെ നിർവഹിക്കുകയുണ്ടായി. അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ കമാൻഡറും. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA-യുടെ പ്രസിഡന്റും അതിൻ്റെ രൂപീകൃത നേതാവുമൊക്കെ റാഷ് ബിഹാരി ബോസ് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അതിൻ്റെ കമാൻഡർ ഇൻ ചീഫ് മോഹൻ സിംഗ് ആയിരുന്നു. മോഹൻ സിംഗ് അറസ്റ്റിലായപ്പോൾ ബോസ് തന്നെയായിരുന്നു അതിൻ്റെ ചുമതല ഏറ്റെടുത്തത്. 1943 ജൂലൈ 4 സിംഗപ്പൂരിലെ പ്രസിദ്ധമായ കാദേ ഹാളിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതൃത്വം റാഷ് ബിഹാരി ബോസ് സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുന്നു. അപ്പോൾ റാഷ് ബിഹാരി ബോസ് 1943 സിംഗപ്പൂരിൽ വെച്ച് നടന്ന അവിടുത്തെ പ്രസിദ്ധമായ കാദേ ഹാളിൽ വെച്ച് അദ്ദേഹം അതിൻ്റെ നേതൃത്വ സ്ഥാനം അദ്ദേഹം ആർക്ക് കൈമാറുന്നു? സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുന്നു. കൃത്യമായി പഠിക്കണം. INA-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ കൃത്യമായ ഒരു അവലോകനമാണ് ഇവിടെ നടക്കുന്നത്. അന്ന് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വത്തിന് മറ്റുള്ള പൗരസ്വദേശങ്ങളോടുള്ള അധിനിവേശം, അതിനെ പിടിച്ചടക്കുക എന്ന ഒരു ത്വരയുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ജപ്പാൻകാരുമൊത്ത് ഈ INA അദ്ദേഹം പൊരുതുകയുണ്ടായി. INA-യുടെ സംഘം പൊരുതുകയുണ്ടായി. തുടക്കത്തിൽ ജപ്പാൻ പട്ടാളം ബന്ദികളാക്കിയിരുന്ന ഇന്ത്യൻ വംശജരായ യുദ്ധത്തടവുകാരുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ ഒരു സൈന്യത്തിലെ അംഗങ്ങളാക്കി. പിന്നീട് മലയ, ബർമ എന്നിവിടങ്ങളിലെ പ്രവാസികളായ ഭാരതീയർ ഈ സേനയിലേക്ക് അംഗമായി. നിങ്ങൾക്കറിയാമോ, ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ വനിതകൾ മാത്രമുള്ള INA-യുടെ ഝാൻസി റാണി റെജിമെന്റ് അക്കാലത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു മാതൃകയായി. അതായത് സ്ത്രീകളും ഈ സേനയിലേക്ക് അംഗമാകുന്നു. അപ്പോൾ INA-യുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയെടുക്കുക. അത് റാഷ് ബിഹാരി ബോസ് ആണ്. അത് പിന്നീട് ആർക്ക് കൈമാറുന്നു? സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുന്നു. സിംഗപ്പൂരിൽ വെച്ച് 1943 ജൂലൈ 4 അത് അവിടെയുള്ള വളരെ പ്രശസ്തമായ കാദേ എന്ന് പറയുന്ന ഒരു ഹാളിൽ വെച്ചാണ് അദ്ദേഹം അത് സുഭാഷ് ചന്ദ്രബോസിനെ ഏൽപ്പിക്കുന്നത്. ശ്രദ്ധിക്കൂ, പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാട് സൈലന്റ് വാലി, സൈലന്റ് ചീവീടുകളുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് കേരളത്തിലെ 2ാമത്തെ ദേശീയ ഉദ്യാനമാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം നമുക്ക് സംശയമില്ല ഇരവികുളം ആണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇടുക്കി ജില്ലയിലെ ഇരവികുളമാണ്. 2ാമത്തെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 സൈലന്റ് വാലിയെ നമ്മൾ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള ഒരു ദേശീയ ഉദ്യാനമാണ് ഏത്? പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം നമ്മൾ നേരത്തെ പറഞ്ഞു ഇരവികുളം. വരയാടിന്റെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി അത് പഠിച്ചു വെക്കണം, കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. പാലക്കാട് ജില്ലയിലെ നിത്യ ഹരിത വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ 2ാമത്തെ ദേശീയ ഉദ്യാനം, ആദ്യത്തേത് ഇരവികുളമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നു 1984. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് എന്നത് ഓർത്തു വയ്ക്കുക. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന 2ാമത്തെ മൂലകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന 1ാമത്തേത് നൈട്രജൻ ആണെങ്കിൽ 2ാമത്തേത് ഓക്സിജൻ ആണ്. നൈട്രജൻ 78.08% കാണപ്പെടുമ്പോൾ ഏകദേശം 20.09 അല്ലെങ്കിൽ 29.93%, 21 അപ്രോക്സിമേറ്റ് 21% ഓക്സിജനാണ് അന്തരീക്ഷത്തിലുള്ളത്. ശ്രദ്ധിക്കണം, ഓക്സിജൻ വ്യാവസായികമായി നമ്മൾ നിർമ്മിക്കുന്നു. അന്തരീക്ഷത്തിലുള്ള വായുവിൽ നിന്നാണ് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്നത്. അത് പ്രോസസ്സിന്റെ പേരാണ് ആംശിക സ്വേദനം, ഇംഗ്ലീഷിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ.
സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്ര ശതമാനമുണ്ട്? 20.95%. ഒരു പദാർത്ഥം ഓക്സിജനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ജ്വലനം, കമ്പഷൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. കത്തുന്നത് ഹൈഡ്രജൻ. കത്തുന്നതിനെ നിയന്ത്രിക്കുന്നത് നൈട്രജൻ. അണച്ചു കളയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ, കത്തുന്നത് ഹൈഡ്രജൻ, നിയന്ത്രിക്കുന്നത് നൈട്രജൻ, അണച്ചു കളയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, ഒരു ഹ്യൂമൻ ബോഡിയിൽ ദ മോസ്റ്റ് അബുണ്ടന്റ് എലമെന്റ് പ്രസന്റ് ഇൻ ഹ്യൂമൻ ബോഡി വൺ ആൻഡ് ഓൺലി ആൻസർ ഏതാണ്? ഓക്സിജൻ ആണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം സംശയം വേണ്ട, ഓക്സിജൻ ആണ്. ഓക്സിജൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പഠിക്കണം. രണ്ടാമത്തെ അടുത്ത മറ്റൊരു ചോദ്യം, ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതി ആയത് ആരാണ്? സംശയമൊന്നും വേണ്ട, അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. തത്വചിന്തകനായ രാഷ്ട്രപതി. ഓക്കെ, അതായത് ഫിലോസഫർ ആയിട്ടുള്ള പ്രസിഡന്റ്. എ ഫിലോസഫർ പ്രസിഡന്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയുടെ പേരാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയായിട്ട് രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ ഇതെല്ലാം വ്യക്തമായി പഠിക്കണം. ഇന്നത്തെ ക്ലാസ് കാണുന്ന ഒരാളിന് ഒരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താതെ പോകരുത്. മറക്കരുത്, എൻ്റെ നമ്പർ മറക്കരുത്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യണേ. ഈ നമ്പറിൽ വിളിച്ച് കോഴ്സ് എടുത്ത് ഹാജാസ് ക്ലാസ്സസിൻ്റെ ഭാഗമാവുക. തുടർന്ന് ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു വലിയ സന്തോഷം കൂടെ പറഞ്ഞോട്ടെ, ഒരു വലിയ സന്തോഷം. നമ്മൾ ലൈവ് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ യൂട്യൂബിനകത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ലൈവായി ഞാൻ ആൻസർ നൽകാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, ഒരു പേയ്മെൻറ്റും ഇല്ല. നിങ്ങൾക്ക് ഈ PYQവും മോക്ക് ടെസ്റ്റുകളും കണ്ടന്റ് ക്ലാസ്സുകളും ഒക്കെ ഇതിനെ തുരുതുരാ നമുക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ്. സയൻസിൻ്റെ ക്ലാസ്സുകൾ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ്. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.